എഡ്യൂക്കേഷൻ ഇസ് എ ബിഗസ്റ്റ് സ്കാം. ഇത് നിങ്ങൾ എല്ലാവരുടെയും കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്തിനാ ആൾക്കാർ ഇങ്ങനെ പറയണമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, നിങ്ങളൊരു എഡ്യൂക്കേറ്റർ ആണ്, നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച് വലുതായി ജോബ് ചെയ്യുക എന്താണെന്ന് വെച്ചാലും നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ ബിഗസ്റ്റ് സ്കാം? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവ പഠിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്താണ്. ഞാൻ പേര് റിവീൽ ചെയ്യില്ല. ഞാൻ ഇവിടെ പഠിക്കുന്നത് ഫാർമസിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് പഠിക്കുന്നത് എൻ്റെ ബർത്ത് 20 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പത്തെ ഒരു സബ്ജക്ട്. അത് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റമിന്റെ ഉള്ളിലാണ്. 30 കൊല്ലം പഴയ ഒരു ബുക്സ് വെച്ചിട്ട് ഞാൻ ഇന്നത്തെ സമയത്ത് എങ്ങനെ പഠിച്ചിട്ടൊരു വലിയാണോ? 30 കൊല്ലം മുമ്പ് ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. ഇന്നത്തെ സമയത്ത് മുഴുവനും പണി AI പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യണം. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഫോട്ടോ വരെ ഉണ്ടാക്കാൻ പറ്റും AI-ൻ്റെ ഉള്ളിൽ. അപ്പൊ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും അവിടെ എവിടെയൊന്നും AI വന്നിട്ടുണ്ടാവില്ല. എനിക്ക് ഇന്നും ക്യാപ്സുലേഷൻ ചെയ്യാൻ എങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്യാപ്സൂൾ വെക്കും, ആൻഡ് ആ ക്യാപ്സൂളിൻ്റെ പൊടിയിടും, ആൻഡ് അത് മീതെ ക്യാപ്പിംഗ് ചെയ്യും. 100% മാനുവൽ. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫാക്ടറിൻ്റെ ഉള്ളിൽ എന്താണ്ടായിരുന്നു? മുഴുവനും 100% മെഷീനറീസ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമിന്റെ മീതെ ഒരു വിശ്വസിക്കുക? ഞാൻ പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ജോബ് ചെയ്യാൻ പോയി. എന്തെങ്കിലും ജോബ് ചെയ്യാൻ പോകുമ്പോൾ ഇന്നത്തെ സമയത്തെ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് എന്താ പഠിച്ചിരിക്കണം, ഇന്നത്തെ സമയത്തിന്റെ എനിക്ക് എന്താ നോളജ്, അതാണ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, AI എങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യും? എൻ്റെ മുഴുവനും കോഴ്സിൻ്റെ ഉള്ളിൽ AI എന്താ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. AI എന്താണും കൂടി പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ മുഴുവനും പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 100% തിയറി. 30 കൊല്ലം മുമ്പത്തെ ഒരു തിയറി സെക്ഷനാണ്. ഇന്നത്തെ സമയത്ത് എനിക്ക് ആ സാധനം റിലേറ്റും കൂടി ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറെ ബാക്ക് പേപ്പേഴ്സും ഉണ്ട്, എനിക്ക് ബാക്കും ഉണ്ട്, കുറേയൊന്നുമില്ല, 1-2 ബാക്ക് പേപ്പർ ഉണ്ട്, അതുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത്, അത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടെ റിലേറ്റ് തന്നെ ചെയ്യാൻ പറ്റില്ല. 30 കൊല്ലം മുമ്പേ ആൾ എന്താ പഠിപ്പിച്ചിരിക്കണം, എന്താ പഠിച്ചിരിക്കണം. 30 കൊല്ലം മുമ്പത്തെ മെന്റാലിറ്റി വേറെയാണ്, ഇന്നത്തെ സമയത്തിന്റെ മെന്റാലിറ്റി വേറെയാണ്. മനസ്സിലായോ? എൻ്റെ വയസ്സ് 21. 30 കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ചാൽ എൻ്റെ ജനിക്കുന്ന 9 കൊല്ലം മുമ്പത്തെ. അപ്പോ എന്താ പഠിപ്പിക്കണം, അതിന്റെ കൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചാലും കൂടി ടീച്ചേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുക, ഈ കോളേജിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് കുട്ടീൻ്റെ മീതെ പ്രഷർ കൊടുത്തിട്ട് അവനെ പാസ്സാക്കണം, അല്ലെങ്കിൽ കുട്ടി വിടണം. രണ്ടാമത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇന്നത്തെ സമയത്ത് ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ എല്ലാവരും എന്തിനാ പറയണത് 10ാം ക്ലാസ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു കാര്യം പറയാം. എനിക്ക് 6 കൊല്ലമായി ഉണ്ടാവും. 6 കൊല്ലം മുമ്പേ ഞാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 6 കൊല്ലം മുമ്പ് 10ാം ക്ലാസ് പാസ്സായപ്പോൾ മാത്സിൽ ട്രിഗ്നോമെട്രി പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ്, ഈ സയൻസിൻ്റെ ഉള്ള റേ ഓപ്റ്റിക്സ് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ട്. ഇന്നത്തെ സമയത്തും അതൊക്കെ തന്നെ പഠിപ്പിക്കേണ്ടതാ. നോർമൽ ബ്ലാക്ക് ബോർഡിൽ വന്നിട്ട് പഠിപ്പിക്കും, അത് ഇങ്ങനെയാണ്, ഇതങ്ങനെയാണ്, അത് ഇത് ഫോർ എക്സാമ്പിൾ എന്ത് വാങ്ങിച്ചാലും പഠിപ്പിക്കും. പക്ഷേ അത് ഇന്നത്തെ സമയത്ത് ഒരു 20 വയസ്സ്, ഒരു 15 വയസ്സിലാണ് ആള് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് 15 ക്ലാസ്സിൽ വിചാരിച്ചു വെച്ചാൽ 15ാം വയസ്സിൽ ആ ചെക്കന് അല്ലെങ്കിൽ ആ പെണ്ണിന് എങ്ങനെ അതിൻ്റെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അവനോ അവളോ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വേൾഡിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്, AI, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. 15ാം വയസ്സിലത്തെ ചെക്കന് എന്റർടൈൻമെന്റ് അല്ലാണ്ട് അവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് ഈ ട്രിഗ്നോമെട്രി പഠിച്ചിട്ട് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഈ റിയോപ്റ്റിക്സ് പഠിച്ചിട്ട് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ബയോളജി പഠിച്ചിട്ട് എന്താ ചെയ്യുക? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയ ആളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് വോണ്ട് എ നേഷൻ ഓഫ് തിങ്കർ, ഐ നീഡ് നേഷൻ ഓഫ് വർക്കർ. പറഞ്ഞു വെച്ചാൽ എനിക്കൊരു കൺട്രി ആലോചിക്കണോ അല്ലെങ്കിൽ ബുദ്ധിമാൻ കൺട്രി അല്ല വേണ്ടത്. എനിക്കൊരു കൺട്രി വേണ്ടത് പണിയെടുക്കാൻ, കൂലി ചെയ്ത് കാശുണ്ടാക്കണ കൺട്രിയാ വേണ്ടത്. പിന്നെ എങ്ങനെ ഇന്ത്യ, ചൈന അല്ലെങ്കിൽ US കൂടെ കോമ്പറ്റീഷൻ ചെയ്യണം? ഇന്നത്തെ സമയത്തും കൂടി കേരളത്തിൻ്റെ ഉള്ളോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഉള്ളോ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അവൻ കുറെ വലിയ ഫൂളാണ്, അവൻ കുറെ വലിയ വേസ്റ്റ് ഓഫ് ദ അതാണ്, അങ്ങനെയാണ് അവൻ്റെ മീത്. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷേ അവന് നന്നായിട്ട് മലയാളം വരും, അല്ലെങ്കിൽ അവന് നന്നായിട്ട് ഹിന്ദി വരും. ഇന്നത്തെ സമയത്തിന്റെ പ്രസന്റ് സമയത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 101% പറയാം. 60% കുട്ടികൾക്ക് മലയാളം എഴുതാൻ നന്നായിട്ട് അറിയണ്ടാവില്ല, ഹിന്ദി എഴുതാൻ നന്നായി അറിയണ്ടാവില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷും എഴുതാൻ നന്നായിട്ട് അറിയണ്ടാവില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഈ സാധനം. അതെന്താണെന്ന് വെച്ചാൽ ഒരു ചെക്കൻ്റെ എത്ര ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും? ഒരു ക്ഷമത ഇല്ലേ? എല്ലാ ചെക്കന്മാരും ബ്രില്യൻ്റ് അല്ല. ഞാൻ 40%ന്റെ കാര്യം 40% ബ്രില്യൻ്റ് എന്നാ വിചാരിച്ചോളൂ. 40% ബ്രില്യൻ്റ് അയച്ചാൽ അവർക്ക് എല്ലാ ലാംഗ്വേജസും പഠിക്കാൻ പറ്റും, ആ എല്ലാ ലാംഗ്വേജസിന്റെ മീതിയും അവർക്ക് പണിയെടുക്കാൻ പറ്റും. പക്ഷേ വന്ന 60% കുട്ടികളോ
60% കുട്ടികൾ നോർമൽ ഫാമിലിയിലത്തെ നോർമൽ ബുദ്ധിയുള്ള ചെക്കന്മാർ അവർക്ക് എങ്ങനെ 3 ലാംഗ്വേജസ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം, അതല്ലാണ്ട് അവന് മാത്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, ബയോളജി പഠിക്കണം, SST പഠിക്കണം, ഈക്കോ പഠിക്കണം, എന്താണെന്ന് വെച്ചാലും അവന് എങ്ങനെ ഇതൊക്കെ അവൻ്റെ ബുദ്ധിൻ്റെ ഉള്ളിൽ കയറുക, എങ്ങനെ കയറുക? അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ BA BCom എടുത്തിട്ട് അവൻ ഗ്രാജുവേഷൻ ചെയ്തു എന്നും കൂടി വിചാരിച്ചോളേ, അവൻ ഈ 3 ലാംഗ്വേജസ് എന്താ പണി വരാം? BA BCom ഉള്ള ചെയ്ത ആൾക്ക് ഇന്നത്തെ സമയത്ത് എന്താ ജോലി കിട്ടണം, അത് എനിക്ക് വരാം, നിങ്ങൾക്ക് വരാം. പിന്നെ അവൻ എന്താ ഈ പണിയൊക്കെ വരിക? അവൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അല്ലാതും ചെയ്തിട്ട് അവൻ എന്താ പണി വേണം? അപ്പോ ഞാൻ പഠിക്കണ്ട, അതൊന്നും ചെയ്യണ്ട, ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പറയണം. ഞാനൊരു കാര്യം പറയണെന്ന് വെച്ചാൽ പഠിക്കണം, അത്യാവശ്യമായിട്ട് എല്ലാതും നോളജ് വേണം. പഠിച്ചു വെച്ചാൽ ഒരു ജനറ്റിക് ഒരു നോർമൽ ജനറൽ നോളജ് എന്തായാലും കിട്ടും. പക്ഷേ അതിൻ്റെ മീതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കണം വെച്ചാൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യും, ഏതെങ്കിലും ഒരു സ്കിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഉള്ളിലൊരു സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസിനസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ കാരണം ഞാൻ ഇന്ന് പഠിച്ചിട്ട് വർത്തമാനം പറയുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിൽ 4 മാസത്തിൻ്റെ 10,000 മീതെ ഫോളോവർ ഉണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനൽ നടക്കേണ്ട, എനിക്ക് എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലാതും ഉണ്ട്. ഞാൻ ഒരു ജെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത്, ഞാൻ 4th ഇയർ ഫാർമസി സ്റ്റുഡൻ്റ് ആണ്, എല്ലാതും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കിൽ ഡെവലപ്പ് ചെയ്തു. എനിക്ക് ബാക്കിൻ്റെ പേപ്പറും ഉണ്ട്, അതെല്ലാം ഞാൻ പറയുന്നത്, എനിക്ക് ബാക്കിൻ്റെ എക്സാമും കൊടുക്കണം. പക്ഷേ എന്നാലും എനിക്ക് ഈ സ്കില്ലൊക്കെ ഉണ്ടായിട്ട് കാരണം എനിക്ക് എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഡീപ്പ് ഇൻറ്റീരിയർ ആയിട്ട് ആലോചിക്കും, എൻ്റെ ഉള്ളത്തെ സ്കിൽ എന്താണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ പറ്റുക, എൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ എന്താണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കും. ജീവിതം കുറെ വലുതാണ്, പക്ഷേ എഡ്യൂക്കേഷൻ സിസ്റ്റം മീത് മുഴുവൻ ഡിപ്പെൻഡൻറ്റ് ആവരുത്. ഞാൻ 100% പറയാം. നിങ്ങൾ MBBS പഠിക്കാൻ പോയി, നിങ്ങൾ IIT പഠിക്കാൻ പോയി, എന്ത് പഠിക്കാൻ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിൻ്റെ വാല്യൂ തരണം. അതിൻ്റെ ഉള്ളും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയുടെ വാല്യൂ ആണ്. IIT നീറ്റ് ഡോക്ടറിന് ആർക്കും നോർമൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ചെയ്യുന്ന ആളുടെ ഉള്ള അവൻ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ മീതെ പണിയെടുത്തിട്ട് അവന് എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റും? അതാണ് ഇന്നത്തെ സമയത്തെ ജീവിതം. സോ തിങ്ക് സ്മാർട്ട്, follow for more crazy content.